എന്താണ് എന്റെ പൊന്നുമക്കളെ, സുഖമാണല്ലേ അല്ലേ? ഒരു കിണ്ണം കാച്ചി ഒരു സാധനം കാണിച്ചു തരാം. നിങ്ങൾ കാണേണ്ട കാര്യമാണ്. കണ്ടു കാണും, എന്നിരുന്നാലും ഒന്നും കൂടെ കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ടു നോക്ക്. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടിരുന്നത്. പക്ഷെ ഇതല്ല, ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തത്. ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി, അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ വണ്ടി തട്ടി എന്നാ പിന്നെ ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക. ഇതല്ലേ വേണ്ട. അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പരിതാപമൊന്നും ഇല്ല ഇപ്പൊ ആർക്കും. എന്തേ? അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം, അതാണല്ലോ വേണ്ടത്. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും, എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അവനെ ചെയ്തതെന്ന്. ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? ഇവരാണോ കൈകാര്യം ചെയ്യുന്നത്? ഈ പുറകിലിരിക്കുന്ന ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നുമല്ല ഈ സിദ്ധാർത്ഥ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരാളെ ചവിട്ടി കൂട്ടി ഒരാളെ നടു റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത്. പ്രബുദ്ധ കേരളമാണ് പോലും, പ്രബുദ്ധ കേരളം. നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ? നിങ്ങൾക്ക് ഇതിലൊന്നും പ്രതികരിക്കണ്ട അല്ലേ? ഉണ്ടല്ലോ അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാ? പിന്നെ ഈ കൊണക്കുന്ന ഇവനെ അറിയാവോ? എനിക്കാരെന്ന് അറിയത്തില്ല. ഇവൻ സിദ്ധാർത്ഥിന് വേണ്ടി ഇവൻ ന്യായീകരിക്കുകയാണ്. നിനക്കൊക്കെ കൂടെ ഞങ്ങൾ കേരളം അങ്ങോട്ട് എഴുതിത്തരാം. എന്തെന്നറിയാമോ? നിനക്കൊക്കെ കള്ളും കുടിച്ചും കഞ്ചാവ് അടിച്ചും മറ്റേ MDM അടിച്ച് കയറ്റിയിട്ടും വഴി കൂടെ പോണവന്മാരൊക്കെ ഇടിച്ച് തള്ളിയിട്ടിട്ടെ നിനക്കൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു റീസൺ കാണും. തന്റെ കുടുംബത്തിന് വേണ്ടി പോറ്റാൻ വേണ്ടി ലോട്ടറി ടിക്കറ്റും കൊണ്ട് വിൽക്കാൻ വേണ്ടി നടന്ന ഒരു മനുഷ്യനെ, വഴി കൂടെ പോയ മനുഷ്യനെ അടിച്ച് ഫിറ്റായി പോയി ആ മനുഷ്യനെ ഇടിച്ച് തള്ളിയിട്ടത്. ആ മനുഷ്യന് എന്തെങ്കിലും ആയെങ്കിൽ നീയൊക്കെ എത്ര നാൾ കൊടുക്കും? എന്തു കൊടുക്കും? ആ കുടുംബത്തിന് പോയത് തന്നെയാണ്. എന്നിട്ട് നാട്ടുകാരെ അടിച്ചോറിന് അവൻ ന്യായീകരിക്കാൻ വരികയാണ്. പിടിച്ച് പോലീസ് കൊടുക്കണമെന്ന്. പോലീസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? നല്ല തൻ്റെ ഇടമുള്ള ആൾക്കാർ തന്നെയാണ് അടിച്ച് കൈയും കാലും അടിച്ചു ഓടിച്ചത്. അവനെ ഓടിക്കണം. അവനെ ഇമാതിരി ഉള്ളവന്മാരെ റോട്ടിൽ കൂടെ പോയവന്മാരെ അടിച്ചു ഓടിക്കണം. നീയൊക്കെ കഞ്ചാവ് മേടിച്ച് MDM മേടിച്ച് മറ്റേ സാധനമൊക്കെ വലിച്ച് കയറ്റിയിട്ട് നാട്ടിൽ കൂടെ പോകണവന്മാരെ നെഞ്ചത്ത് കയറാം നിനക്കൊക്കെ. എന്നിട്ട് ന്യായീകരിക്കാൻ വേണ്ടി വല്ല കുണ അടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് അവൻ. എന്നിട്ട് സിദ്ധാർത്ഥിനെ പിടിച്ച് പോലീസ് കൊടുത്തില്ലെന്ന്. കുറേ കിടപ്പുണ്ടല്ലോ ജയിലിൽ, കൈ പോയവനും കാല് പോയവനും ഒക്കെ. എന്തിനാ? നമ്മുടെ പൈസയെ കൊടുത്ത് അവനെ ഊട്ടിക്കാൻ വേണ്ടിയാ. ഇത് നിങ്ങൾ നാട്ടുകാർ ചെയ്ത് തന്നെയാണ് കറക്റ്റ് കാര്യം, വേറെ ഒന്നുമല്ല. ഇനി പോലീസിൽ കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നാട്ടുകാർ കൈകാര്യം ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടി. ഇങ്ങനെ കൊണ അടിക്കാൻ വേണ്ടി കുറേമാര് വരും സിദ്ധാർത്ഥനെ പിടിച്ച് പോലീസിൽ കൊടുക്കണമെന്ന്. അവരാരാ? സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനുള്ള അവകാശം കൊടുത്തിരിക്കുകയാണ്. അത് ചെയ്ത നാട്ടുകാരന്മാർക്ക് ഒരു ബിഗ് സല്യൂട്ടാണ് കേട്ടോ. അതല്ല, അതിനപ്പുറം അവന് കൊടുക്കണം. അമ്മാതിരി ചെറ്റ പ്രവർത്തനമാണ് അവൻ കാണിച്ചത്. അവൻ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാ. ലോട്ടറി ടിക്കറ്റ് വിറ്റ് ആ കുടുംബത്തിന് വേണ്ടി അന്നത്തിന് വേണ്ടി പോയിക്കൊണ്ടിരുന്ന മനുഷ്യനെ ഇവനെ അടിച്ച് സെറ്റായിട്ട് പോയിട്ട് ആ മനുഷ്യനെ നെഞ്ചത്ത് കയറിയത്. അങ്ങനെയുള്ള അവനെ നാട്ടുകാർ കൈകാര്യം ചെയ്തു പോലും. നാണയില്ലടാ നിനക്കൊക്കെ? പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് ഇങ്ങനെ കൊണ അടിക്കാൻ വേണ്ടി ഒരു ഇമാതിരി കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും ന്യായീകരണം അവനൊക്കെ ചെയ്തു വെച്ചിട്ട്.